അധികം ഓയിലൊന്നും ഇല്ലാതെ അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ, അതും പണ്ട് കാലത്തെ ബിരിയാണി. എന്നാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളാം കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? കുറച്ച് കാലമായിട്ടുള്ളൂ അല്ലേ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി വന്നിട്ട്. അതിൻ്റെ മുന്നൊക്കെ വീട്ടുകളിലൊക്കെ ഇങ്ങനത്തെ ബിരിയാണിയാണ് വെക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, ഉമ്മയും ഉമ്മമ്മൊക്കെ ഇങ്ങനെയാണ് ബിരിയാണി വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും ആ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അവരുണ്ടാക്കണ ആ ഒരു മണം, ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അത് പിന്നെ അവർ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഒന്നും കൂടി രുചി കൂടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എല്ലാ കറിയും ഉള്ള പോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വേണം. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, അത് പിന്നെ എന്തായാലും വേണമല്ലോ. പിന്നെ വേറെ മസാലകളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. തക്കോലം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാറില്ല. ഇത് മാത്രമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുക്കാറുള്ളൂ. പിന്നെ പണ്ട് കാലത്ത് ഇതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനായിട്ട് എടുത്തത് കേട്ടോ. ഇവർ മല്ലിയിലൊന്നും അങ്ങനെ അടിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ല. ഇതൊക്കെ അമ്മിക്ക് വെച്ച് ചതച്ചിട്ടാണ് എടുത്തിരുന്നത്. പണ്ട് കാലത്ത് ഇതെല്ലാം ഉള്ളൂ എന്ന് ചോദിച്ചത്, ഗരം മസാലകൾ നമ്മളെ വീടുകളിലൊക്കെ ഇതെല്ലാം ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് പുറത്തൊന്നും മേടിക്കില്ലല്ലോ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഉപ്പ കൊടുത്തയക്കും, അല്ലെങ്കിൽ ഉപ്പ വരുമ്പോൾ കൊണ്ടുവരും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പുറത്തുനിന്ന് അങ്ങനെ ഇതുവരെയായിട്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇഞ്ചി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗരം മസാലയും എല്ലാം കൂടിയിട്ടാണ് ചതച്ചിട്ട് അത് മാറ്റി വെച്ചു. ഞാൻ തക്കാളി, സബോള ഒന്ന് അരിഞ്ഞിട്ട് വരണം. അപ്പോൾ അത് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോന് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 സബോള എടുത്തിട്ടുണ്ട്. ഇടത്തരം സബോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ 5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചെടുത്തത്. അത് പച്ചമുളക് നമ്മളെ എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കണം. നമ്മളിതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും കൂട്ടണില്ല. അതുപോലെ കുരുമുളക് ഇടുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി മാറ്റി വെച്ചു. ഇനി ഞാൻ കുറച്ച് ഡാൽഡയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതാ കുറച്ച് ഓയിലും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡാൽഡയുടെ പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അങ്ങനെ നെയ്യിൻ്റെ ഒരു മണം വലിയതായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ മീതെ കുറച്ചൊന്ന് ദമ്മിടുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഡാൽഡയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഡാൽഡയും പിന്നെ ഓയിലും കൂടിയിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ സബോള ഇട്ട് കൊടുത്തു. അതുപോലെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതുവരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ല, ഒന്ന് കളറായി ഒന്ന് മാറി വരുമ്പോൾ നമുക്കതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് വാടി വരും. അപ്പോൾ അത് വാടി വരട്ടെ. അപ്പോഴത്തേനും ഞാൻ മറ്റേ സ്റ്റൗമ്മ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ പെരിഞ്ചീരകം, ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് അരിങ്ങനെ തിളക്കുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് പിന്നെ തിളപ്പിച്ച് വിറ്റാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് അത് കാണിച്ച് തരാഞ്ഞ്. അപ്പോൾ ഇതാ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി തക്കാളിയും കൂടി ഒന്ന് നന്നായി വെന്തൊന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ച് വെക്കാൻ. കണ്ടില്ല, തക്കാളിയൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ തക്കാളിയൊക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ചതച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഈ മസാലയിലേക്ക് ഇട്ടാലുണ്ടല്ലോ ഭയങ്കര മണമാണ്. ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനാരാവൂലേ പച്ചമണം എന്ന് പറഞ്ഞത്? നല്ല രസമുള്ളൊരു മണമാണ്. നമുക്കിങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നൊരു മണമാണ് അല്ലേ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നാലാണ് ഒന്നും കൂടി ഒരു മണവും രുചിയൊക്കെ കൂടുക. അപ്പം ഞാനിതിപ്പോൾ എന്തായാലും സ്റ്റൗമിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മഴയാണ്, പിന്നെ അടുപ്പിൻ്റെ അവിടെ അത്ര വലിയ വെളിച്ചമൊന്നുമില്ല. അപ്പോൾ അത് കാരണം സ്റ്റൗമ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് മാത്രം കേട്ടോ. നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പല്ലേ സബോളയിലേക്ക് മാത്രമല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ചിക്കനിലേക്കും കൂടിയുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ചോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ട കുത്തി കിടക്കണ പോലെ ഉണ്ടാവുമല്ലോ. ഇനി ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അടച്ച് വെക്കുമ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്താൽ മതി. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് അടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. കണ്ടില്ലേ, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ കുറേ വെള്ളത്തിലിട്ട് വേവിക്കണതൊന്നല്ലല്ലോ. അപ്പോൾ ഒരു ഭാഗം വെന്ത് പോവും, മറ്റേ ഭാഗം അങ്ങനെ വേവാതെ കിടക്കും. അതുപോലെ ഇത് ഹാഫ് കുക്കായാൽ മതിയിട്ട് നമ്മൾ ദമ്മിടുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് കുക്കാവൊന്നും വേണ്ട. എന്നാലും ഈ മസാലയിലത്തെ ഉപ്പും മുളകൊക്കെ ഇതിലൊന്ന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതാ വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടിയും വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം പണികളൊന്നുമില്ല. നിങ്ങൾ ഈ വിചാരിക്കണ പോലെ ഒന്നല്ല. നമുക്ക് ചിക്കൻ മസാല പരട്ടി വെക്കണ്ട, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണ്ട. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണി ദമ്മിട്ടിട്ട് വരാം. ഒരു മസാല ആയി വരുന്ന സമയം കൊണ്ട് അപ്പുറത്ത് ചോറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറും ഇതുപോലെ നന്നായി വേവണ്ട. നമുക്ക് പകുതി അല്ല, ഒരു 60% വെന്ത് വന്നാൽ മതി. കൂടുതലായിട്ട് വേവണ്ട. നമ്മൾ ദമ്മിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ദമ്മിൽ കിടന്നിട്ട് ഒന്നും കൂടി വെന്ത് വരുമ്പോഴാണ് ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ ചോറ് ഞാൻ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ആ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ദമ്മിടുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം അത് വറ്റിച്ചെടുക്കണില്ല. ചിക്കൻ ഒന്ന് പകുതി വെന്തോ നോക്കിയാൽ മതി. പിന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ സബോള ഒന്നും പൊരിച്ചെടുക്കണില്ല. നമ്മൾ എത്രയും ഓയിൽ കുറയ്ക്കണത് അത്രയും ഇതാക്കിയിട്ടല്ല ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ മുമ്പൊന്നും അങ്ങനെ ഫ്രൈ ചെയ്തിട്ടിട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനും നോക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നായി വരുമ്പോൾ അതാ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നായി വരുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ. ഇങ്ങനെ മല്ലിയില ഇട്ടിട്ട് ദമ്മിടുന്ന സമയത്ത് നല്ലൊരു മണമാണ്. ആ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്യാൻ എടുത്തേക്കുന്ന നെയ്യിലാണ് കേട്ടോ. നമുക്ക് ദമ്മിടുന്ന സമയത്ത് ഈ ഒരു നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ നെയ്യിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ആ നെയ്യൊന്ന് ആയി വരും ചെയ്യും. ഇതൊന്ന് പൊരിക്കലും കഴിയും. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യല്ലേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഉപ്പും പിന്നെ ആ ഗ്രാമ്പു പൊട്ടൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതിൽ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ വറ്റിച്ചെടുക്കുമ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുക. പക്ഷേ ഇവിടെ ഉമ്മാക്ക് ഷുഗറൊക്കെ ഉള്ള കാരണം ഇനി അത്രയും കൂടി ഷുഗർ കൂട്ടണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഊറ്റിയെടുത്തത്. പിന്നെ ആ ചിക്കൻ മസാലയുടെ കുറച്ച് ഇട്ട് കൊടുക്കുക. പകുതി ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എല്ലാ ഭാഗത്തേക്കും നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിവിടെ കുറച്ച് 1.5 കിലോൻ്റെ ചോറല്ലേ ഉള്ളൂ. പിന്നെ ചെമ്പാണെങ്കിൽ വലിയ ചെമ്പായി പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി മേടിച്ചതാണ്. ചെറുത് മേടിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞയച്ചു. ഞാൻ പോയി ചെറുതായി അരിച്ച് വലുത് മേടിച്ച് കൊടുന്നു. പിന്നെ ഇത് റാക്കിൻ്റെ മീതൊക്കെ കമഴ്ത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തീർത്തിട്ടുണ്ടാക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിതാ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ മീതെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തേക്കാണ്. കളറല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തിട്ട് അതിൽ ഒരു ഡ്രോപ്പ് എസെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ എസെൻസ്. അപ്പോൾ അതും കൂടി ആക്കിയിട്ടാണ് അതിൻ്റെ മീതെ ആ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടല്ലോ. അതാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുത്തേക്കുന്നത് ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ വേറെ കളറോ അങ്ങനെ ഒന്നും കൂട്ടണില്ലല്ലോ. പിന്നെ ഇതിൽ ആ എസെൻസും കൂടി ഒഴിക്കണ കാരണം ബിരിയാണിക്ക് നല്ലൊരു മണം വരും കേട്ടോ. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി അതിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്രേവി കൊടുക്കുന്നത് തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നമ്മൾ ദമ്മിടുകയാണല്ലോ. അപ്പോൾ അതവിടെ കിടന്ന് വെന്ത് വന്നോളൂ. ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എസെൻസ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ. അപ്പോൾ അതും കൂടി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു നെയ്യും കൂടി ഉണ്ടല്ലോ, അത് അതിൻ്റെ മീതെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഗരം മസാല പൊടിച്ചതുണ്ടായിരുന്നു. അതൊരു 1/2 ടീസ്പൂൺ, അര ഉണ്ടാവില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് അതിൻ്റെ മീതെ കൂടെ വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ബിരിയാണി നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മീതെ തീക്കനൽ കോരി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തീയില്ലാത്ത അടുപ്പിൽ തീ പൂട്ടാത്തവരൊക്കെ ആണെങ്കിൽ തിളച്ച വെള്ളം ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ടെടുത്താൽ മതി. നമ്മൾ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഞാൻ ഇത് നേരെ ഇറക്കിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തത് കേട്ടോ. ഞാൻ എന്തായാലും ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് തീക്കനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദമ്മിട്ട് ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കനും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കാല് ഞാൻ പൊരിക്കാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കാലൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അത് മക്കൾക്കൊക്കെ ചിക്കൻ കാല് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബിരിയാണിയിൽ ഇടാഞ്ഞത്. അപ്പോൾ നല്ല മുരിഞ്ഞ ചിക്കനും അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബിരിയാണി കണ്ടില്ലേ, ഒരു വറ്റ് പിടിക്കാത്ത പോലെ നമുക്ക് നല്ല ബിരിയാണി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്ന് ബിരിയാണി എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബിരിയാണി കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. ഇതാവുമ്പോൾ നമുക്ക് ഓയിൽ വേണ്ട, അതുപോലെ കുറച്ച് സാധനങ്ങളും മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റാത്ത രുചിയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ മതിയാവില്ല. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാമല്ലോ. ഓയിലും അല്ലെങ്കിൽ നെയ്യൊക്കെ കുറവാണ്. നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നു ബിരിയാണിയാണ്. അതിൻ്റെ ആ ചിക്കനൊക്കെ കഴിക്കാനാണ് കേട്ടോ ഒന്നും കൂടിയും ടേസ്റ്റ്. ഇങ്ങനെ എല്ലാ മസാലയിലും കിടന്ന് വെന്ത് വന്നൊരു ചിക്കനാണല്ലോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊന്നും ഉണ്ടാക്കിയെടുക്കണില്ല കേട്ടോ. കുറച്ച് കച്ചമ്പറും പിന്നെ കുറച്ച് അച്ചാറും മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് അനിയത്തിയുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചോറൊക്കെ വിളമ്പിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.